നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ എന്താ പറയാ ഓണക്കാലൊക്കെ ആയല്ലേ. അപ്പൊ ഇനി മഴയൊക്കെ മാറിയതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് പൂച്ചെടികളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങണം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പൊ ആ ചെടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ചെടി എങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന, അതുകൂടാതെ ഈ ചെടി നമ്മൾ എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് കണ്ടാലോ. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന പൂച്ചെടി ഏതാണെന്നറിയോ? വേറെ ഒരു ചെടിയല്ല കേട്ടോ, നമ്മുടെ ഹാങ്ങിങ് പോപ്പി. അപ്പൊ ഇത് ഞാന് കുറച്ച് ദിവസം മുന്നേ നമ്മളിവിടെ ഇങ്ങനെ വളരെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇത് നോക്കിയേ, ഇപ്പൊ എല്ലാം നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കള് വന്നിട്ടുണ്ട്. കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഞാൻ ഇതൊരു പോട്ടില് 2 പ്ലാന്റ് ഒക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 2 കളറ്. അപ്പം ഇതിന് ഇതുപോലെ ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാവേ. അപ്പൊ ഇതാട്ടോ ഞാൻ കുറച്ചും കൂടെ നല്ല സൂം ചെയ്ത് നമ്മൾ അടുത്തുനിന്ന് കാണിക്കുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ഹാങ്ങിങ് പോപ്പി. അപ്പൊ ഇത് ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കുറേ പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് ഇല്ല കേട്ടോ. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്ലാന്റ് ഇപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്തേക്കണ എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സൺഷെയ്ഡിന്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റിന് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. കണ്ടോ? അപ്പം അധികം സൺലൈറ്റ് ഒന്നുമില്ല, ഒരു നോർമൽ സൺലൈറ്റ്, അതായത് ഒരു പ്രകാശം കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു ചെടി ഉണ്ടല്ലോ, നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഹാങ്ങിങ് ബോട്ടിൽ തന്നെ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്താലും ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ തരുവേ. അപ്പൊ നമ്മുടെ പൂച്ചെടി ഉണ്ടല്ലോ ഇത്ര നല്ല ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, കുറേ പേര് അതായത് നമ്മുടെ വീഡിയോ കാണാത്തവരാന്ന് തോന്നുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് നമ്മുടെ സാധാ എല്ലാവരുടെ വീട്ടിൽ കൂടെ കാണുന്ന നോർമൽ വെറൈറ്റി അല്ലേ ഇത്? അപ്പൊ അല്ല കേട്ടോ, അതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഫ്ലവർ ഒരുപോലെ, ലീഫ് ഒരുപോലെ ഒക്കെയാണ്. പക്ഷെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ നമ്മുടെ ഇനി ഗ്രൗണ്ടിൽ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്തിടുവാണെങ്കിലും ഇതിങ്ങനെ വളരുള്ളൂ. അപ്പൊ ഈ ഒരു പോട്ട് നിറച്ച് തിങ്ങി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഇട്ടു കേട്ടോ. പിന്നെ ഇത് കുറച്ചും കൂടെ നല്ല ബുഷിയായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിന്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പോട്ട് ഇങ്ങനെ നിറഞ്ഞു വന്നിട്ട് അതിലിങ്ങനെ പൂവിടും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ചെടി നട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലോണം നമ്മൾ ചാണകപ്പൊടി കൊടുക്കണം. ചാണകപ്പൊടി കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പിന്നെ ഇതിങ്ങനെ പൂക്കൾ തരാനായിട്ട് നമുക്ക് സാധാരണ നമ്മളെല്ലാ ചെടികളും പൂക്കൾ തരാൻ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ NPK 19 ആണ്. അപ്പൊ അത് നമ്മുടെ ചെടികളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ വേറൊരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അത് കൊടുത്തപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ കിട്ടിയത്. അപ്പൊ അതും കൂടെ ഒന്ന് കാണാം അല്ലേ. അപ്പം നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരാനായിട്ട് ഞാനിവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴയെ നല്ലോണം നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാവേ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കറ്റാർവാഴേൻ്റെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇതാണ് കേട്ടോ. കറ്റാർവാഴയൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒരു 2 ചോടൊക്കെ നട്ടുപിടിപ്പിക്കണേ. ഇത് നമുക്ക് എന്താ പറയുക, എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ സൗന്ദര്യ വർദ്ധക വസ്തുവും കൂടെയാണല്ലോ ഈ കറ്റാർവാഴ. അപ്പോൾ തലമുടിക്ക് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇതെന്താണെന്ന് പറയുന്നത് നല്ല കട്ടൻ ചായയാണ്. ഇത് നല്ലോണം നമ്മൾ തിളപ്പിച്ച് മധുരമൊന്നും ഇടാത്ത വെറും കട്ടൻ ചായ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഒന്ന് നമ്മൾ അരിച്ച് ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നല്ലോണം നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടികളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്കൊരു വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ ഇതുപോലെയുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ വളം നമ്മുടെ ഈ ചെടികളുടെ ഇലകളിലൂടെയൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിതൊരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചെടികൾ പൂക്കും.
അപ്പോൾ ഇതുപോലെയുള്ള ഓരോ വളങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറി മാറി കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ ചെടികൾ ഇങ്ങനെ ഭംഗിയായിട്ട് പൂക്കൾ തരിക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കുക. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് മഴയൊക്കെ മാറി നമുക്ക് നല്ല പൂക്കളൊക്കെ വിരിയുന്നൊരു സമയമാണ് കേട്ടോ. അപ്പം ഇതേപോലെ എല്ലാവരും ഗാർഡനിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ചെടികൾക്ക് വേണ്ട രീതിയിലുള്ള കെയറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ.